എൻ്റെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ല. അങ്ങനെ ഞാൻ എന്താക്കി, തത്കാൽ ടിക്കറ്റ് നോക്കി. 3 പ്രാവശ്യം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ തത്കാലം എടുക്കാണ്ട് ട്രൈ ആക്കിയിട്ടാ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയാലും എനിക്ക് ടിക്കറ്റും ഇല്ല, റീഫണ്ടും ഇല്ലാത്ത അവസ്ഥ. അതായത് 3 പ്രാവശ്യം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ടിക്കറ്റും കിട്ടിയിട്ട, എനിക്ക് റീഫണ്ടും കിട്ടിയിട്ട. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്ത് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇടയിൽ ന്യൂസ് കണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റൂലെന്ന്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്താക്കി, വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറി. അതായത് എനിക്ക് 1 മണിക്കൂർ മാത്രം എനിക്ക് സീറ്റ് കിട്ടിയിട്ട് മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് നല്ല സുഖമായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജുനൈദേ, നിന്റെ ഫോളോവേഴ്സോട് നീ പറയാ, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ വിടണ്ട. ഓക്കെ, അതായത് നമ്മളെ റെയിൽവേന്റെ മുമ്പ് തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെ പറയുന്നുണ്ട്, അതായത് നമ്മൾ ഈ സ്റ്റേഷൻ കൗണ്ടർ വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലേ, അത് നിർത്തലാക്കണമെന്നുള്ളത്. പക്ഷെ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. മാത്രമല്ല മെയ് 1 മുതൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്നല്ലോ പറയുന്നുണ്ട്. പക്ഷേ ഈ വീക്കിൽ തന്നെ വെള്ളിയാഴ്ച അല്ല, വേറെ ദിവസം തോന്നുന്നു, നമ്മൾ 22,660 യോഗ്യനായ ഋഷേഷ് കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, അതിന് എൻ്റെ ചങ്ങായി ഹരിദ്വാർ ഉത്തരാഖണ്ഡിൽ നിന്ന് ഇവിടം വരെ വന്നിട്ടുണ്ട്, എറണാകുളം ജംഗ്ഷൻ വരെ വന്നിട്ടുണ്ട്. അത് പേപ്പർ, അതായത് കൗണ്ടർ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, അവനെ കൺഫേം ആയിട്ടൊന്നുമില്ല, ഫുൾ കോട്ട വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ആളെടുത്തത്. അങ്ങനെ കുറച്ച് സീറ്റ് കിട്ടി, കോട്ട വരെ കിട്ടി. അതിന് ശേഷം കുറച്ച് നിന്ന് അതിന് ശേഷം